നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാവിത്രി, എങ്ങനുണ്ട്? പാലം വല്ലതും തകർന്നു എന്തോ? ഏത് പാലം? നിന്റെ മൂക്കിന്റെ ഇല്ല. പല്ലു വല്ലതും ഇളകിയിട്ടുണ്ടോ? ഇല്ല. തലയോട്ടിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടാവൂ? ഊതുവാണോ? ഇല്ല, എന്റെ ഭാര്യയല്ലേ. വല്ല ആശുപത്രിയിലും കൊണ്ട് അഡ്മിറ്റ് ആക്കണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. എന്റെ ശവം കാണാൻ നിങ്ങൾക്ക് കൊതിയായല്ലേ? എന്റെ സാവിത്രി, ഇനിയെങ്കിലും നീ ആ മീനാക്ഷിയുടെയും കുഞ്ഞിന്റെയും പുറകിന് പോകാതെ നീ നിന്റെ സ്വന്തം കാര്യം നോക്ക്. തെന്നി വീണുന്ന് കരുതി ആരും എന്നെ ഭരിക്കാനോ കൊച്ചാക്കാനോ വരണ്ട. ഇതുകൊണ്ടൊന്ന് സാവിത്രി അടങ്ങില്ല. ആ മീനാക്ഷി ഒരു പാഠം പഠിപ്പിക്കാതെ ഞാൻ വിശ്രമിക്കില്ല. കണ്ടവർക്ക് വേണ്ടി മധ്യസ്ഥം പറയാൻ വന്നാലേ നിങ്ങളോടും എന്റെ സ്വഭാവം ഇത് തന്നെയായിരിക്കും. ചിലരങ്ങനെ കണ്ടാലും കൊണ്ടാലും പഠിക്കത്തില്ല. നിന്നോട് ഞാനൊരു കാര്യം പറയാം. നീയും നിന്റെ മകനും കൂടി ഈ വീട്ടിൽ കാട്ടിക്കൂട്ടുന്ന ഈ അസംബന്ധം അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അതിദയനീയമായിരിക്കും. ഒടുവിൽ നിനക്ക് വേണ്ടി കരയാൻ നീ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇത്രയും നാള് നിന്നെ സഹിച്ചൊരു മനുഷ്യന്റെ വാക്കായിട്ട് കാണണ്ട. നിന്നെ സ്നേഹിച്ച നിന്റെ ഭർത്താവിന്റെ ഉപദേശമായിട്ട് കണ്ടാ മതി. അയ്യോ, ഒരു ഭർത്താവ്. ഇവിടെ ആരും ഇല്ലേ? എടി മീനാക്ഷി, എടി മീനാക്ഷി. എന്താണ് എടി മീനാക്ഷിക്ക്? ഞാൻ എടിയെന്ന് വിളിച്ചത് നിനക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. തൽക്കാലം നിങ്ങളെ വിളിക്കുന്നതൊക്കെ കേട്ടല്ലേ പറ്റൂ. ഒരു വലിയ ട്രാപ്പില് ഞാൻ വന്ന് പെട്ടിരിക്കല്ലേ. കൂടുതൽ ഇങ്ങോട്ട് പ്രസംഗിക്കാനൊന്നും നിൽക്കണ്ട. തൽക്കാലം ഞാൻ പറയുന്നൊക്കെ നീ അങ്ങ് അനുസരിച്ചാ മതി. യെസ് സർ. നീ എന്താ കളിയാക്കാണോ? ശരി സാർ എന്ന് പറഞ്ഞാലേ കളിയാക്കലാണെന്ന് ഞാൻ അറിഞ്ഞില്ല സർ. ഞാനൊരു പോലീസ് ഓഫീസറാ. അക്കാര്യം മറക്കണ്ട. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇതുപോലത്തെ ഭർത്താക്കന്മാരാണെങ്കിൽ അവരുടെയൊക്കെ ഭാര്യമാരുടെ അവസ്ഥ എത്ര ശോചനീയമായിരിക്കും. എന്താടി പറഞ്ഞത്? ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. ഫുഡ് എടുത്ത് വെക്ക. എന്തോ? ഫുഡ് എടുത്ത് വെക്കാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.